നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്. നിങ്ങളും തേർഡ് പാർട്ടിയും എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ രണ്ടുപേരിലോട് ഉള്ള ഫീലിങ്സ് എന്താണ്, എന്ത് ആക്ഷനാണ് എടുക്കുക, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നോക്കും. ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കാർഡ്സ് ആണ്. ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. എന്ത് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. അപ്പം നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്. വഴിത്തിരിവെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യേണ്ടി വരും. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ചോയ്സ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ സഹായം തേടണം, ദൈവത്തിൻ്റെ സഹായം തേടണം. അപ്പോൾ ദൈവം ശരിയായ വഴി കാണിച്ചു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ പേഴ്സൺ ആദ്യം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആദ്യമൊക്കെ പേഴ്സൺ ഓഫേഴ്സ് വന്നപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടികൾ ഇഷ്ടംപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഈ പേഴ്സൺ ആ ഓഫേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓഫർ എടുക്കാം എന്ന് വെച്ചാൽ കുറച്ച് ഫ്രീ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ പല വഴികൾ ആലോചിക്കുന്നുണ്ട്. മനസ്സിലായോ? ഡിസ്ട്രാക്ഷൻ ഇഷ്ടം പോലെ ഈ പേഴ്സണ് വേണം. അപ്പോൾ ഭയങ്കര അധികം സ്ട്രെസ്സിലായിരിക്കാം ഈ പേഴ്സൺ. മനസ്സിലായോ? ആദ്യം റിജക്റ്റ് ചെയ്തിരുന്ന ഓഫേഴ്സൊക്കെ ഇപ്പോൾ പേഴ്സൺ സ്വീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ഈ പേഴ്സണ്. അതുപോലെ തന്നെ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇത് ജെമിനായി ആണ്. ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്നേഹിച്ചിരുന്ന രണ്ടുപേര് തമ്മിൽ ഇപ്പോൾ സ്നേഹമെല്ലാം പോയി. ഒരുതരം ഫൈറ്റാണോ അതോ ഒരുതരം വിരക്തിയാണോ ഇതിനോട് ഉള്ളതെന്ന് അറിയില്ല. അതുപോലെ തന്നെ എല്ലാം നഷ്ടമായ പോലെ, ജോലിയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഈ പേഴ്സൺ. ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ്. ഡിസ്ട്രാക്ഷൻ വേണം ഈ പേഴ്സൺ. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ.
ജെമിനായി മാത്രമേ സ്ട്രോങ് ഇതായിട്ട് കാണിക്കുന്നുള്ളൂ ഇവിടെ കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു വഴിത്തിരിവിലാണോ? ഓക്കെ, എന്താണ് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഭവാനി നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഒരു സിറ്റുവേഷൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പേഴ്സണ്. ചോയ്സുകൾ കണ്ടോ, ചോയ്സ് അതേ കാർഡ് തന്നെ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പേർപ്പസ് ഇല്ലാത്ത പോലെ, ഒരു മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ വെറുതെയാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൈവേർഷൻ, ഇത് നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ്, ഇവിടെയും അത് തന്നെയാണ് കാണിച്ചത്. ഡിസ്ട്രാക്ഷൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസ്ട്രാക്ഷൻ വേണം, അത് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സ് പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുമായിട്ടൊരു ട്രാപ്പിലായ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത്. അപ്പോൾ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ വെർഗോ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഡെത്ത് കാർഡാണ്. ഒരു എൻഡ്, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എൻഡും അതിൻ്റെ തുടക്കവും. നമുക്കിത് സ്കോർപ്പിയോ സോഡിയാക് സൈനാണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഈ കാർഡ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നേക്കുന്നത്? തേർഡ് പാർട്ടിക്ക് ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിലും ഹാപ്പിനെസ് ഇല്ല ഈ പേഴ്സൺ. അത് പെട്ടെന്ന് അതും നശിച്ചു പോവുകയാണ് ആ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമായത് കൊണ്ടാണ് തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചത്. തേർഡ് പാർട്ടി കണക്ഷൻ അതിലും മോശമാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് റിവേഴ്സ് വന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ഇഷ്ടക്കുറവ്, മൊത്തത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, എല്ലാത്തിലും ഒരു വിരക്തി വന്ന പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലിയോ കാണിക്കുന്നുണ്ട്. സ്കോർപ്പിയോ ലിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? 2 കാർഡ് മറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വിവാഹം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണമെന്ന്, അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ടാണോ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു സെറ്റിൽഡ് ഫാമിലിയാണിത്. ഭാര്യ, കുട്ടികൾ, ഭർത്താവ്, കുട്ടികൾ, വീട്, എല്ലാം ലക്ഷൂറിയസ് ലൈഫാണ്. നല്ലൊരു സെറ്റിൽഡ് ഫാമിലിയാണ് നിങ്ങളുടെ. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ആളല്ല ഇത്. ഇത് ഒരു ടൈം പാസിന് വേണ്ടി ബോറടിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അന്വേഷിച്ച് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ കുറേ നല്ല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർഷം കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ പ്രായമായ കുട്ടികളൊക്കെ ഉണ്ടാവും ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോറടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടുമ്പോൾ, വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ പേഴ്സൺ അകന്ന് നിൽക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും മാരീഡ്. അപ്പോൾ ഇത് എക്സ് ആണോ നിങ്ങളുടെ? തേർഡ് പാർട്ടിയുമായിട്ടും ഈ പേഴ്സൺ മാരീഡ് ആണ്, കുട്ടികളുണ്ട്. നിങ്ങളുമായിട്ടും മാരീഡ് ആണ്, കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ വേറൊരു മെസ്സേജ് വരുന്നത് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ലൊരു സെറ്റിൽഡ് ഫ്യൂച്ചർ, പൈസ, ഇഷ്ടംപോലെ പൈസ, പിന്നെ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, ഇതൊക്കെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ട് ഈ പേഴ്സൺ 10 of Cups ആണ്. ഇമോഷണലി ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെയും വൈഫ്, ഹസ്ബൻഡ്, പിള്ളേർ അങ്ങനെയാണ് കാണിക്കുന്നത്.
തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നത് വെറുതെ അല്ല. മനസ്സിലായി? ഈ പേഴ്സൻ്റെ ഫാൻറ്റസിയാണ് തേർഡ് പാർട്ടി. മനസ്സിലായി? ആഗ്രഹിക്കുകയാണ്, ഒരു ഇല്യൂഷനാണ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു 10 ഓഫ് പെൻറ്റിക്കിൾസ് ലൈഫാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചത്. അതാണ് ഫീലിങ്സ്. അപ്പോൾ അത് വരുത്തിയെടുക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകരുത് തേർഡ് പാർട്ടിയായിട്ട്. മനസ്സിലായി? അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല, അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടില്ല. ഈ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടി ഒരു ഫാൻറ്റസിയാണ് തേർഡ് പാർട്ടി. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയെ അല്ല ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ, കാരണം കറണ്ട് സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് അവർ തമ്മിൽ. അതായത് ഈ പേഴ്സൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഇങ്ങനെ ആയിരിക്കും തേർഡ് പാർട്ടി. നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാമല്ലോ. പെർഫെക്റ്റ് ആയ ഒരു പാർട്ട്ണറാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു കോട്ടവും തട്ടാൻ പാടില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രീം ചെയ്യുകയാണ് തേർഡ് പാർട്ടി ഇങ്ങനെ ആയിരിക്കും. ശരിക്കുമുള്ള തേർഡ് പാർട്ടി ഇങ്ങനെ അല്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് പതുക്കെ വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ജെമിനായി, സ്കോർപിയോ, ക്യാൻസർ ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എടുക്കുക. നിങ്ങളാണോ കറണ്ട് പാർട്ട്ണർ, അതോ നിങ്ങൾ തേർഡ് പാർട്ടിയാണോ? ഇതിവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രണ്ട് ഇതിലും 10 ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആ പേഴ്സൻ്റെ ഇമാജിനേഷൻ ആണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിയൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളായിരിക്കണം ചിലപ്പോൾ ഇപ്പോഴത്തെ ശരിക്കുള്ള പാർട്ട്ണർ. നിങ്ങളുമായിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ പക്ഷെ കാണിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. പേഴ്സൺ ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. പഴയ കാര്യങ്ങൾ കൊണ്ട് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഈ പേഴ്സണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് മുഖം തിരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. അതിലൊരു കൺഫ്യൂഷനല്ല. ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി 5 ഓഫ് പെൻറ്റിക്കിൾസും 8 ഓഫ് കപ്സും ആണ്. സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുക. പക്ഷേ അത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. പക്ഷേ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് അതാണ്. പക്ഷെ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് കാണിച്ചത്? കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളോടുള്ള ചോദിച്ചപ്പോൾ ഈ പേഴ്സൺ തീരുമാനമെടുത്തു ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനാണ് നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ കണ്ടത്. അത് തന്നെയാണ് നമ്മളിവിടെ നെക്സ്റ്റ് ആക്ഷനിൽ നോക്കുമ്പോഴും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. കാരണം ഇവിടെ 8 ഓഫ് കപ്സും 5 ഓഫ് പെൻറ്റിക്കിൾസും 8 ഓഫ് കപ്സും ഡിറ്റാച്ച്മെൻറ്റിൻ്റെയാണ്. അബാൻഡൻമെൻറ്റ്, ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച് പോകുക, അതാണ്. അതിലൊരു കൺഫ്യൂഷൻ ഇല്ലെന്നാണ് പേഴ്സൺ കാണിക്കുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് കുട്ടികളുണ്ടോ? കുട്ടികളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു ഡൗട്ട് ഉണ്ട്. എന്നാലും അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ പേഴ്സണെ പിടിച്ചു നിർത്തിയിരുന്നത് കുട്ടികളാണ്. അപ്പം അത് പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ അത് ബാധകമല്ല എന്നൊരു ചിന്ത. അപ്പോൾ ഇങ്ങനൊരു തേർഡ് പാർട്ടി അന്വേഷിച്ച് ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയും ഈ പേഴ്സൻ്റെ ഫാൻറ്റസിക്കൊപ്പം വരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു തേർഡ് പാർട്ടിയെ അന്വേഷിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടിയോടും ഹാപ്പി അല്ല, അൺഹാപ്പിയാണ്. അപ്പോൾ വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാൻ, കാരണം ഈ പേഴ്സൻ്റെ ഉള്ളിലൊരു ശൂന്യതയുണ്ട്. നമ്മളുടെ മനസ്സിലുള്ള ശൂന്യത നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടി നടക്കുന്നത്. നമ്മളിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നമ്മൾ ഓടി നടക്കില്ല. മനസ്സിലായി? അമ്പലങ്ങൾ കയറി നടക്കുക, ഓടി നടന്ന ആൾക്കാരോട് കാരണം നമ്മുടെ ഉള്ളിലൊരു ശൂന്യതയാണ്, അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. പല റിലേഷൻഷിപ്പ് പോയിട്ടും അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് പുതിയൊരു തേർഡ് പാർട്ടിയുടെ ഇതിലേക്ക് മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ഈ തേർഡ് പാർട്ടിയും ആയിരിക്കില്ല, ഈ തേർഡ് പാർട്ടിയുമായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയല്ല. അപ്പോൾ പേഴ്സൻ്റെ മനസ്സിലുള്ള തേർഡ് പാർട്ടി അന്വേഷിച്ചാണ് പേഴ്സൺ പോകാൻ പോകുന്നത് കേട്ടോ. പേഴ്സൺ മൂവ് ഓൺ ചെയ്യുകയാണ്. 10 ഓഫ് കപ്സ് ഒക്കെ റിവേഴ്സ് അല്ല, 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ടെമ്പറൻസ് ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സൺ പോകുന്നത്. അത് പക്ഷേ വേറൊരു തേർഡ് പാർട്ടി, ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ആവണം എന്നില്ല, ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതാവാം. കാരണം ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ പോകുന്നത്. അതൊരു ലവ് റിലേഷൻഷിപ്പ് ആവണം എന്നില്ല. ചിലപ്പോൾ
ചിലപ്പോൾ തേർഡ് പാർട്ടി, ഒരു മിനിറ്റ് ഞാൻ ഈ ജനലൊന്ന് അടച്ചേക്കട്ടെ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു യാത്രയാവാൻ തന്നെത്താൻ ഞാൻ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ചില പ്രായത്തിൽ ചിലർ പോയി എന്താ പറയുക, ഇപ്പോൾ കുംഭമേളയ്ക്കൊക്കെ യങ് ആയ ആളുകൾ പോയി മുങ്ങി, അതൊരു ശാപമോക്ഷം കിട്ടാനുള്ളത് പോലെ, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പോലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യങ് ആയ വളരെ യൂത്ത്ഫുൾ ആയ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ സന്യാസ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഈ വഴി പോയാൽ സമാധാനമുണ്ടോ എനിക്ക്, കുറേ യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാൻ ഉള്ള പോലെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പോകണം. തേർഡ് പാർട്ടിയിൽ നിന്ന്, കാരണം ഈ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള ആ ശൂന്യത ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ ഒരു അന്വേഷണത്തിലാണ്, ഒരു അന്തം വിട്ടൊരു യാത്രയിലാണ് ഈ പേഴ്സൺ. എന്തോ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കിട്ടുന്നില്ല അത്. അപ്പോൾ അത് അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടിയോടും അത്ര ഹാപ്പി അല്ല, അതും വിട്ടു പോകും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. സാജിറ്റേറിയസ്, ക്യാൻസർ, സാജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, ജെമിനി, Cancer, Virgo, Leo, Scorpio, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത് കേട്ടോ. ഭഗവാനെ, അപ്പോൾ ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. നമ്മൾ ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ് എടുക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണത്. നമുക്ക് ഓറക്കിൾ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ശിവായ, ഓം നമ 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 ശിവായ, ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനി കാർഡ്സ് വരുന്നുണ്ടോ നോക്കാം. ഒരു മേജർ കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. ഡിസ്ട്രോയർ, എല്ലാം നശിപ്പിക്കാൻ, അന്തകൻ, അങ്ങനെയാണത്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ച്, ആ ഡിസ്ട്രക്ഷൻ വരുമ്പോൾ ഒരു ചേഞ്ച് വരും അല്ലേ. എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ, ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ മരിച്ചു പോയാൽ അപ്പോൾ പിന്നെ നമ്മളുടെ ജീവിതം മാറി, പിന്നെ നമ്മൾ നമ്മളുടെ വഴി അന്വേഷിച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെന്തെങ്കിലും ഡിപ്പെൻഡൻസിലേക്ക് പോകും. അപ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന പോലെ ആയിരിക്കില്ല നമ്മളുടെ ജീവിതം, മാറ്റി മറിക്കും. അങ്ങനത്തെ ഒരു ഡിസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ അങ്ങനെ മരണമല്ല ഞാനിവിടെ പറയുന്നത്, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്ട്രക്ഷൻ, ഡിസ്ട്രോയർ, മേജർ ചേഞ്ച് എന്നാണ് പറയുന്നത്. Destruction is an inevitable part of creation. Be ready for an unanticipated and sudden big change in your life. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതും വളരെ പെട്ടെന്ന് വരുന്ന ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അന്തം വിടും, ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? ഹെറഫാൻഡ് റിവേഴ്സ് ആണ്. ഹെറഫാൻഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ, ഹെറഫാൻഡ് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കടുംപിടുത്തമുള്ള, ചിട്ടകൾ, വളരെ ചിട്ടയോട് ജീവിക്കുന്ന, വളരെ ഡിസിപ്ലിൻഡ് ആയ, റിലിജനെ മുറുകെ പിടിക്കുന്ന, വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുക. ഇതൊരു മാരേജും കൂടിയാണ്, ട്രഡീഷൻ, കസ്റ്റം. അപ്പോൾ ഇത് റിവേഴ്സ് വരുമ്പോൾ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആണ്. പണ്ടുള്ള നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കൈവെടിഞ്ഞുള്ള ഒരു പരിപാടിയാണ്.
അപ്പോൾ ഈ പേഴ്സൺ ഇതുവരെ ജീവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നൊരു തിരിച്ചറിവ്, ഒരു തോന്നൽ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ. ടോറസ് ആണത്. അപ്പം ഞാൻ വിചാരിച്ചതെന്നല്ല ശരി, അപ്പം ഞാൻ വിചാരിച്ചതെന്ന് എല്ലാം തെറ്റാണ്, ഇനി രണ്ടാമത് തുടങ്ങണം. മനസ്സിലായോ? അപ്പോൾ വളരെ ട്രഡീഷണലായിട്ട് ജീവിച്ചിരുന്ന, വളരെ ഭക്തിയോട് ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഭക്തിയേ ഇല്ലാതെ ആവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഇതുവരെ എങ്ങനെയാണ് ജീവിച്ചത് അതുകൊണ്ടാണ് ഈ ചേഞ്ച് കാണിക്കുന്നത്. ആ പേഴ്സൺ അത് മാറി മറിയുകയാണ് ആ പേഴ്സൻ്റെ. ഇനിയിപ്പോൾ പേഴ്സൺ മാറാൻ പോവുകയാണ്. എൻ്റെ മേശപ്പുറത്ത് നിറച്ച് ഉറുമ്പ് വരുന്നു. പിന്നെ മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇവന്മാരെവിടെ നിന്ന് വന്നതാണോ? കടിക്കുന്ന വൃത്തികെട്ടവന്മാരാണ്. അതാണ് എനിക്ക് ടെൻഷൻ. മറ്റേ കറുത്തുറുമ്പാണെങ്കിൽ കുഴപ്പമില്ല, അവന്മാരെ ഉപദ്രവിക്കില്ല. ഇവന്മാരെ കടിക്കും. പാവങ്ങള്. അയ്യടാ, വാല വരുന്നുണ്ട് കുറേ എണ്ണം. ഇത് എവിടെ നിന്ന് വന്നത്? പെട്ടെന്നാണ് ഞാൻ കണ്ടത്. ചേടാ, വൃത്തികെട്ടവന്മാര് പോയടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ എല്ലാത്തിനോടും സംസാരിക്കും. സ്ഥലം വിട്ടുമല്ലോ, എനിക്ക് പണിയുണ്ട്. ഓക്കെ, സോറി. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് ഈ കാർഡ്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ, ഈ പേഴ്സണെ വിശ്വസിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഈ പേഴ്സൺ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഈ പേഴ്സൺ തന്നെ മാറാൻ പോകും. പേഴ്സൻ്റെ ചിന്താ രീതികളും ഈ പേഴ്സൻ്റെ ജീവിത രീതിയും എല്ലാം മാറാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അത് ടോറസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പേഴ്സൺ വളരെ കെയറിങ്ങും പ്രൊട്ടക്റ്റീവുമായിരുന്ന ഒരു എനർജിയാണ്. നിങ്ങളോടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്നേഹിക്കുന്നവരോട് വളരെ നന്നായിട്ട് പെരുമാറുന്ന, വളരെ പ്രൊട്ടക്റ്റീവായിട്ട് പെരുമാറുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷെ അത് മാറുകയാണ്. ഇപ്പോൾ കിങ് ഓഫ് കപ്സ് റിവേഴ്സാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങളും എല്ലാം ഈ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 9 ഓഫ് കപ്സ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്ന ജീവിതത്തിലേക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് വരുന്നത് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഈ പേഴ്സണോട് അനുബന്ധിച്ച് മീൻസ് ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും, ഫാമിലി, ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പേഴ്സൻ്റെ ഈ ക്യാരക്ടർ വ്യത്യാസത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണാവോ ഇങ്ങനെ ആയത്? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഹാങ്ഡ് മാൻ. സ്റ്റക്കാണ് ഈ പേഴ്സൺ, സറണ്ടർ ചെയ്യുന്ന പോലെ. ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഈ പേഴ്സൺ ഒരു ന്യൂ പെർസ്പെക്റ്റീവ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചിരുന്ന ഒരാൾ, നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിരുന്ന ഒരാൾ, നിങ്ങളെ ശരണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ആ പേഴ്സണ്. ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരു പുനർവിചിന്തനം നടത്തുന്നു എന്നാണ് കാണിക്കുന്നത്. മാരേജ് റിവേഴ്സാണ്. നിങ്ങളുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല, നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി. ഈ പേഴ്സൺ ഇപ്പോൾ കുറ്റബോധമൊന്നുമില്ല. നിങ്ങളോടിപ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്കിപ്പോൾ തൽക്കാലം നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പൈസസ് ആണ് ഇവിടെ, വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ കുറച്ച് നാൾ ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് സീരിയസ് ആയിട്ട് കയറണ്ട എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇമ്മനെ കൊല്ലേണ്ടി വരുന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ കടിക്കും. റീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ. എന്തായാലും തുടങ്ങി, എനിക്കിത് അവസാനിപ്പിക്കണം. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ കിങ് ഓഫ് വാൻസ് ആണ്. തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിങ് ഓഫ് വാൻസ് ആണ്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള സിറ്റുവേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇപ്പോൾ. മനസ്സിലായി? ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷനിൽ.
അപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്ന് കയറിയത് കൊണ്ടാണോ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എവിടെന്നോ ഒരു തേർഡ് പാർട്ടി ഇവിടെ വന്ന് നിങ്ങളുടെ ഇടയിൽ വന്ന് കയറിയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ അധികം സംസാരിക്കുന്നൊന്നുമില്ല, മനസ്സിലായി? ഇപ്പോൾ ഏകദേശം ഒരു സിംഗിൾ എനർജി പോലെയൊക്കെയാണ്. അതുപോലെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, കാരണം പൈസയൊക്കെ എവിടെ പോകുന്ന ഒരു പിടുത്തവും ഇല്ല. അങ്ങനെയാണെങ്കിൽ 10 ഓഫ് കപ്സ് റിവേഴ്സ് വരുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ല തേർഡ് പാർട്ടിയോട്. ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ്. തേർഡ് പാർട്ടി ഒന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ പണമുള്ള ഒരാളായിരിക്കും ആ പേഴ്സണോട്. ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി, പക്ഷേ ഇത് നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള പേഴ്സൻ്റെ സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ട് സൈഡിലേ ആവാം. നിങ്ങളുടെ പേഴ്സണോട് ഇമോഷണലി തേർഡ് പാർട്ടി അറ്റാച്ച്ഡ് അല്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പണമുള്ള ആളായതുകൊണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും, അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പണം കണ്ടിട്ടാണ് വന്നേക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയ സോഡിയക് സൈൻ ഒന്നുമില്ല. നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഹെയർ ഓഫ് ആൻഡ് അപ്രൈറ്റ് വന്നേക്കുന്നുണ്ടോ? നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഒരു എന്താ പറയുക, നമ്മൾ വളരെ മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം കല്യാണത്തിലേക്ക് പോയി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മാരേജ് എന്ന് പറഞ്ഞാൽ, ഒരു ബോണ്ടാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷേ അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സണ്. മാരേജ് ആണ് നിങ്ങളുടെ പേഴ്സണ് തലവേദന. നിങ്ങളോട് ഈ പേഴ്സൺ മാരീഡ് ആണ് എന്ന ചിന്തയാണ് ഈ പേഴ്സണ് തലവേദന ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ള ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര തലവേദനയായിട്ട് മാറുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ് ഇതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തലവേദന, മാരേജ്, ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണൊരു തലവേദനയാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഈ പേഴ്സൺ ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ലവേഴ്സാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു, വളരെ സ്ട്രോങ് ആയ, വളരെ ഹാർമോണിയസ് ആയ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ. മനസ്സിലായി? വളരെ ഇൻവെസ്റ്റഡ് ആയിരുന്നു ഈ പേഴ്സൺ. നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഈ പേഴ്സണിൻ്റെ മനസ്സിന് മാറ്റം സംഭവിച്ചു. ആ തേർഡ് പാർട്ടി വന്ന് കയറിയത് കൊണ്ടാണോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവിടെ ഏരീസും ഉണ്ട്, ജെമിനായി ഉണ്ട്, ടോറസ് ഉണ്ട്. അത് മൂന്നും അടുത്ത സൈൻസ് ആണ്. ഏരീസ്, ടോറസ്, ജെമിനായി. ഏരീസ്, ടോറസ്, ജെമിനായി, ഇത് മൂന്നും അടുത്തടുത്ത സോഡിയക് സൈൻസ് ആണ്. തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയുമായിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് വളരെ സക്സസ്ഫുൾ ആയ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഈ പേഴ്സൺ. നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം തന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണോ ഇത്? കാരണം ഇത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഈ പേഴ്സൻ്റെ ശരിക്കുള്ള കറണ്ട് പാർട്ട്ണർ. അതിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുമെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾക്ക് വാക്ക് തന്നത്. തേർഡ് പാർട്ടി കണക്ഷനിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റും, ഇവിടെ ഒരു വിക്ടറി കിട്ടുമെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നൊരു ബ്രേക്കപ്പ് പോസിബിൾ ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണ് സ്ട്രെസ്സായിട്ട്. നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആ പേഴ്സണെ, ആ വാക്ക് തന്ന വാക്കിൽ നിങ്ങൾ ആ പേഴ്സണെ പിടിക്കും. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് വേർഡ് എന്ന് പറയില്ലേ? അപ്പോൾ അതുപോലെ, അപ്പം നീ എനിക്ക് വാക്ക് തന്നതാണ്, നീ ആ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാം ഈ പേഴ്സണോട്. ഇന്ന് നിങ്ങൾ ഈ പേഴ്സണോട് പറയുന്നുണ്ടാവാം. പക്ഷേ ഈ പേഴ്സൺ ഇവിടെ ആകെ പെട്ട് കിടക്കുകയാണ് പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്തത്. അതൊരു ഭയങ്കര സ്ട്രെസ്സായിട്ട് നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ്, ഈ പേഴ്സൺ അല്ല ഈ റിലേഷൻഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി തേർഡ് പാർട്ടിക്കാണ്. അവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്.
മനസ്സിലായോ? പക്ഷെ തേർഡ് പാർട്ടി ഒരു തരത്തിലും നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലാണെന്ന് അറിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങളുടെ പേഴ്സണ് വിക്ടറി വേണം. അപ്പോൾ ഇവരറിയാതെ വേണം ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. പണിയാണ് ഇത്. 2 വഞ്ചിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരാളാണ്. പണിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഇവിടെ സോഡിയാക് സൈൻ ഒന്നും സ്ട്രോങ് ആയിട്ടുള്ള കാണിക്കുന്നില്ല. നിങ്ങളോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഒരു കാർഡ് താഴെ. നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ ഈ പേഴ്സൺ സ്പൈ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒരു നിങ്ങളെ വലിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. വലിപ്പിക്കാൻ പറ്റുമെങ്കിൽ വലിപ്പിക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യും ഈ പേഴ്സൺ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് കുറച്ചും കൂടെ ടൈം നീട്ടിയെടുക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾ ഉറച്ച നിലപാടിലാണ്, ഇല്ല എനിക്ക് ഇപ്പം തന്നെ ഡിസിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യും, എൻഡ് ചെയ്യും. അതാണ് കാണിക്കുന്നത്. ടെമ്പറൻസ്. ഈ പേഴ്സണോട് ബാലൻസ് കൊണ്ട് ഡെത്ത് കാർഡ് 2 പ്രാവശ്യം. പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് സംസാരിച്ച് നോക്കാം, നിങ്ങളൊന്ന് വലിപ്പിച്ച് നോക്കാം കുറച്ച് നാളുകളെ. ഇവിടെ ഫ്യൂച്ചർ നടക്കാൻ വഴിയില്ല. കാരണം ഫിനാൻഷ്യലി ഈ പേഴ്സൻ്റെ പാർട്ട്ണറോട് അറ്റാച്ച്ഡ് ആണ്. കാരണം അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞ് പേഴ്സൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണം. മനസ്സിലായി? എന്നാലും നിങ്ങളെ വിവാഹം കഴിക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? നുണ പറഞ്ഞ് നിങ്ങളെ വലിപ്പിക്കും. മനസ്സിലായത്? എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, മുമ്പോട്ടുള്ളൊരു മൂവ്മെൻറ്റ്. പക്ഷേ നിങ്ങൾ കടംപിടുത്തം നിൽക്കുകയാണെങ്കിൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ് ട്വൈസ്. അപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കും, മതി. ഇത് സാക്രിഫൈസ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഈ പേഴ്സണ് പറ്റില്ല. അപ്പോൾ അതാണ് പണി. തേർഡ് പാർട്ടിയോടുള്ള എന്തായിരിക്കും പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ? തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ചിട്ട് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണർ, ഇത് ഇപ്പോഴത്തെ പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണർ. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യും. അതുപോലെ തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ഇടവരാതിരിക്കാനുള്ള വഴി നിങ്ങളുടെ പേഴ്സൺ നോക്കുമെന്നാണ് പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ് തേർഡ് പാർട്ടിയായിട്ട് അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണറായിട്ട് ഈ പേഴ്സൺ തുടങ്ങും. മനസ്സിലായോ? അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ മാക്സിമം ഈ പേഴ്സൺ ഒരു ടവർ മൊമെൻറ്റ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണറായിട്ട് ഉണ്ടാവാതിരിക്കാൻ നോക്കും. കാരണം ആ പേഴ്സൻ്റെ ഫ്യൂച്ചർ മൊത്തം ഈ തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണർ ആരാണോ ഈ തേർഡ് പാർട്ടി അവരുടെ കയ്യിലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തുടങ്ങും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കും. എന്നിട്ട് ഇവിടെ ന്യൂ ബിഗിനിങ് തുടങ്ങും. കാരണം ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് ഈ പേഴ്സൺ ഉണ്ടാക്കാൻ പറ്റില്ല. പേഴ്സൻ്റെ മൊത്തം ഫ്യൂച്ചർ പോകും. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അക്വേറിയസ്, സ്കോർപ്പിയോ നിങ്ങൾ വിട്ടു. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ, Gemini, Aries, Taurus, Virgo, Pisces, Taurus. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത് കേട്ടോ. അതാണ് ആ മേജർ ചേഞ്ച്, ഡിസ്ട്രക്ഷൻ പറഞ്ഞില്ലേ, അതാണ്. ഓക്കെ, നമ്മളിനി 3ാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. 3ാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ഓറക്കൽ മെസ്സേജ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ
കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇൻ്റർവെൻഷൻ, ഡിവൈൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ സഹായം ആവശ്യമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭഗവാൻ ഞാൻ പറയും, നിങ്ങൾ ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വേറെ കാഴ്ചയൊന്നും വന്നില്ല കേട്ടോ. അതാണ് കാര്യം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി സ്റ്റാർ റിവേഴ്സ് ആണ്. ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ലേ പേഴ്സൺ. വളരെ നഷ്ടബോധമാണ്, വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ, വളരെ ആരാധിച്ചിരുന്ന ഒരു എനർജി, അത് വളരെ പ്രതീക്ഷയോടെ ഇരുന്നിരുന്ന ഒരു സിറ്റുവേഷൻ തകിടം മറിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ടും ശരിയായില്ല എന്നൊരു ചിന്ത. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ റിവേഴ്സ് ആക്കിയിട്ട് പിന്നെ അത് തന്നെ റിവേഴ്സ് വന്നു. റീകൺസിലിയേഷൻ, ഇത് ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ആണ്. ഇവിടെയും ഒരു റീകൺസിലിയേഷൻ്റെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ റീകൺസിലിയേഷൻ വേണ്ട. ഒരു പ്ലാനിങ്ങും ഇനി ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യില്ല, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കില്ല എന്ന എന്തോ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സ്കോർപിയോ, അക്വേറിയസ്. നമുക്കിനി ടാരോ റീഡിങ്ങിലേക്ക് പോകാം. കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഭഗവാനേ, നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ അഗാധമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വളരെയധികം സ്നേഹമുണ്ട് ഇവിടെ. ഇതൊരു ന്യൂ റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ വരികയാണോ നിങ്ങളുടെ പേഴ്സൺ? അപ്പോൾ എന്തോ ഒരു കാര്യം റീകൺസിലിയേഷൻ വേണ്ടാന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് വേറെ എന്തിനോ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു മാരേജ്, ഒരു പ്രപ്പോസൽ എന്തെങ്കിലുമൊക്കെ വരാൻ വഴിയുണ്ട് നിങ്ങളുടെ വഴിക്ക് കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏസ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഏസ് ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്യുന്നത്. കൺഫ്യൂഷൻ, സ്ട്രെങ്ത്. പേഴ്സണ് ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ച് വലിയ ഷുവറൊന്നുമല്ല, എന്നാലും ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കാനാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. എന്നാലും എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നൊരു ചിന്ത. ലിയോ സോഡിയാക് സൈൻ ആണത്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തേർഡ് പാർട്ടി കറക്റ്റായിട്ട് തേർഡ് പാർട്ടിയാണ് ഇവിടെ. ഇവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ ഒരു സെലിബ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ടൊരു കൊളാബറേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഭയങ്കര കോൺഫിഡൻസ്ഡൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ തേർഡ് പാർട്ടി ഭയങ്കര ഇൻസെക്യൂറാണ്. അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഫ്രണ്ട്സ് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. തേർഡ് പാർട്ടിക്ക് തന്നെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഫിസിക്കലി അല്ല. അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ഒത്തിരി ഭീരുവായ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ഉണ്ട്. ഇവിടെ 2 അമ്മമാരുണ്ട്. 2 അമ്മമാരല്ല, 3 അമ്മമാരുണ്ട്. അവർ 3ഉം ഫ്രണ്ട്സാണ് താനും. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് ഇതാരുടെയോ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്ടമല്ലായിരിക്കാം. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ആ ഒരു രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കലാണ് നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ
ഇവരാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ നിങ്ങളുടെ അമ്മയും ഉണ്ടോ അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ കാർഡ്സ് എല്ലാം കൂടെ തലകുത്താണ് വരുന്നത്. എന്താണ് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. ഇവിടെ ചിലപ്പോൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഒരു എനർജി കൂടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവർ വഴിയെ വന്നോളും, ആക്സെപ്റ്റ് ചെയ്തോളും എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, ഈ തേർഡ് പാർട്ടികളിൽ എല്ലാവരും. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്, ഇത് ഈ പേഴ്സൻ്റെ സ്വന്തം ആ ധൈര്യം, ആ ഒരു കറേജ് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ നോക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ ഇല്ല നിൻ്റെ അച്ഛനും ആക്സെപ്റ്റ് ചെയ്യണം, അമ്മയും ആക്സെപ്റ്റ് ചെയ്യണം, അയലത്തെ ചേട്ടനും ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും. മനസ്സിലായി? അതൊക്കെ വെറുതെ ഒരു തരം വേഷം കെട്ടാണ് എന്നാൽ ഞാൻ പറയുള്ളൂ. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ടേ കല്യാണം കഴിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കല്യാണ സമയമാകുമ്പം ഈ ചേട്ടൻ്റെ അച്ഛനും ചേച്ചി, നിൻ്റെ അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും അമ്മാവനും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജി പോലെയാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അവരൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. അവരോടെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കണം, അല്ലാതെ നാട്ടുകാർ മൊത്തം ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ അബാൻഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 5 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. ഇത് 2 ഓഫ് കപ്സ് ആണ്, ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് നിങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ ആ സ്നേഹം ഉണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ ഡ്രാമ കാണിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ പറ്റില്ല, അങ്ങനെ വേണം, ഇങ്ങനെയാണ്, വെറുതെ എക്സ്ക്യൂസസ്. അപ്പോൾ എല്ലാവരെയും എതിർത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. എല്ലാവരും എതിർപ്പുള്ള ഒരു റിലേഷൻഷിപ്പ്. ജെമിനി സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണ്? ഒരു വലിയ ടവറാണ്. ഇവരിൽ നിന്ന് ഇവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇവർ വെറുതെ ഈഗോ സമയത്താണ്. എന്നാലും ഞാനൊരു എന്താ പറയുക, ഒരു സീരിയൽ കണ്ടു, കോമഡി സീരിയലാണ് ഞാൻ സ്ഥിരം കാണുന്നത്, എനിക്ക് ഇഷ്ടമുള്ള സീരിയലാണ്. അതിനകത്ത് 2 ലേഡീസ്, അപ്പോൾ കുറച്ച് തുണി കിട്ടി അവർക്ക് സെറ്റ്, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി വെറുതെ 2 പേരും കൂടെ ഈഗോ ഇഷ്യൂ വന്നിട്ട് ഭയങ്കര ബഹളം, ഒരാവശ്യമില്ല. മനസ്സിലായി? ഇങ്ങനെ കുറച്ച് എനർജീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പെരുമാറുന്ന ആളുകളാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടും. മനസ്സിലായി? അപ്പം നമ്മൾക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ പേഴ്സൺ അറിയാം, നിങ്ങൾക്കറിയില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവർ തോന്നുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. അത് കഴിയുമ്പോൾ അവരവരുടെ സ്വഭാവം മാറും, പൊട്ടിത്തെറി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും. ഇവർ വെറുതെ ഈ വെടിയും പുകയുമാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. അതുകൊണ്ട് തന്നെ ഇവരാരും നിങ്ങളെ പേഴ്സണെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അവർ വാശി ചെയ്ത് നോക്കുകയാണ് നടക്കുമോ എന്ന്. നിങ്ങളുടെ പേഴ്സൺ അറിയാതെ നടക്കാൻ പോകുന്നില്ലെന്ന്. അവരവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാവും. നമ്മൾ അവരുടെ വഴിക്ക് പോയില്ലെങ്കിൽ അവർ നമ്മളുടെ വഴിക്ക് തിരിച്ച് പുറകെ വന്നോളും എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. സ്കോർപിയോ പിന്നെ ക്യാൻസർ, 2 സോഡിയാക് സൈനുകളോടെ കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? 4 കാർഡ് വന്നിട്ട് നോക്കാം. 5 ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സി ആയിരിക്കാം. അതും ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാൻ വഴിയുണ്ട്, കുഞ്ഞുണ്ടാവണം എന്നില്ല എന്തായാലും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും നിങ്ങളുടെ പേഴ്സൺ ബോധേഡ് അല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളുമായിട്ടൊരു കൊളാബറേഷൻ വേണം. ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. മനസ്സിലായോ? നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ നിങ്ങളെ മാത്രം ആണ് പേഴ്സൺ നോക്കുന്നത്. ഇവരൊന്നും നിങ്ങളുടെ പേഴ്സണിന് ബാധകമല്ല, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ പേഴ്സണിന് ബാധകമല്ല. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എല്ലാവരും പറയുന്ന കേൾക്കും, പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് ഈ പേഴ്സണാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കണ്ടില്ല.
തേർഡ് പാർട്ടിയോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ടു ഓഫ് കപ്സ് ആണ്. ടു ഓഫ് കപ്സ് ഇവിടെയും വന്നു. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ട് സിറ്റുവേഷൻ എന്താണ്? ഇവിടെ റീകൺസിലിയേഷൻ, അവരായിട്ട് റീകൺസൈൽ ചെയ്യും, അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കും ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കും, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് സഹകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാമെന്നുള്ളൊരു സ്റ്റാൻഡ് ഈ പേഴ്സൺ എടുക്കും. പേഴ്സണ് വിശ്വാസമുണ്ട് തേർഡ് പാർട്ടിയിൽ. അവർ കുറേ കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറിക്കോളും എന്നൊരു വിശ്വാസം. ഇതൊക്കെ അവരുടെ കള്ളത്തരമാണെന്ന് പേഴ്സൺ അറിയാം. അവർ വിചാരിക്കുന്ന കാര്യം നടക്കാനുള്ളതാണ്. പക്ഷേ ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നോളും. ഇവിടെ ഒരു 10 of cups കിട്ടുമെന്ന് ഈ പേഴ്സൺ അറിയാം തേർഡ് പാർട്ടി. അപ്പോൾ ഈ പേഴ്സൺ ആ സമയമാകുമ്പോൾ ഇവരോട് ചെന്ന് സംസാരിച്ചാൽ അവരെല്ലാവരും സഹകരിക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ. കാരണം നിങ്ങളുടെ പേഴ്സൺ അവരെ അറിയാം, അവരെങ്ങനത്തെ സ്വഭാവക്കാരാണ്. ജനിച്ച് വളർന്നത് അവരുടെ കൂടെ ആവുമ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ, നമ്മളെ കൂടെ ഉള്ളവരെല്ലാം വളരെ നല്ല സ്വഭാവമുള്ളവരാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ബന്ധുക്കൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ അമ്മ അച്ഛൻ എല്ലാം നമ്മൾ അവരുടെ സ്വഭാവം കണ്ട് നമ്മൾ കണ്ണടച്ചിട്ടാക്കുകയല്ല വേണ്ട, അവരെന്താണെന്ന് ശരിക്കും തിരിച്ചറിയാം. ഇപ്പോൾ അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇത് സ്ഥിരമാണ്, അവരുടെ ഡ്രാമയാണ്. കുറേ കഴിയുമ്പോൾ അവർ അവർ താറി തണുക്കുമ്പോൾ പിന്നെ അവർ നമ്മളുടെ അടുത്തേക്ക് വന്നോളും എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അത് ശരിയാണ് താനും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വെർഗോ, പൈസസ്, ഏരീസ്, ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് നടക്കുന്നത്. വെർഗോ, സ്കോർപിയോ, അക്വാരിയസ്, പൈസീസ്, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എല്ലാ സോഡിയാക് സൈനും പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ.